എല്ലാവർക്കും ഈസി ഇഗ്നോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം അപ് ടു 1206 ടു 1550 വരെയുള്ള കാലഘട്ടം, അതായത് ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ആദ്യം ഡൽഹി സുൽത്താനേറ്റ് എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അറബ് ആൻഡ് പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രാഫിയെ കുറിച്ച് പഠിച്ചു. അതായത് ഡൽഹി സുൽത്താനേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറബിക് വേ ഓഫ് റൈറ്റിംഗ്, അതുപോലെ തന്നെ പേർഷ്യൻ വേ ഓഫ് റൈറ്റിംഗ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. അറബിക് വേ ഓഫ് റൈറ്റിംഗും പേർഷ്യനും ഞാൻ പറഞ്ഞായിരുന്നു എന്ന് എന്താണ്, കുറച്ച് സിമിലാരിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറൻസും ഉണ്ട്. ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഒരുപാട് ഓതേഴ്സ് പഠിച്ചു, ഓതേഴ്സിന്റെ വർക്ക്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, ഹിസ്റ്റോറിയൻസ് എങ്ങനെയാണ് അറബിക് വേ ഓഫ് റൈറ്റിംഗ്, അത് ഹിസ്റ്റോറിയോഗ്രാഫി എങ്ങനെയാണെന്നും പേർഷ്യൻ എങ്ങനെയാണെന്നും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പോകുന്നത് വലിയൊരു എസ് എ ക്വസ്റ്റ്യന് സാധ്യതയുള്ള ഒരു പോർഷനിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണത്? പൊളിറ്റിക്കൽ ക്രോണിക്കിൾസ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന പോർഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, പൊളിറ്റിക്കൽ ക്രോണിക്കിൾസ് നമുക്കറിയാം, ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൈനാസ്ട്രി അല്ലെങ്കിൽ ഒരു എംപയറിൽ ആ ഒരു റീഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു എംപയറിൽ വന്ന റിഫോർമേഷൻ മൂവ്മെന്റ്സ് ഒക്കെ എന്തിന്റെ ബേസിസിലായിരിക്കും വരുന്നത്? പൊളിറ്റിക്കൽ അല്ലെ, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ക്രോണിക്കിൾസ്, അതായത് രാഷ്ട്രീയ രചനകൾ, ചരിത്ര രചനകൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ നമ്മളൊരു 8 ഹിസ്റ്റോറിയൻസും അവരുടെ വർക്ക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം 2 പേരെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനു മുമ്പായിട്ട് പറയട്ടെ, പൊളിറ്റിക്കൽ ക്രോണിക്കിൾസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു രാജാവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു എംപയറിനെ കുറിച്ചോ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്ത് വഴിയായിരിക്കും? ചിലപ്പോൾ ആ രാജാവ് പണി കഴിപ്പിച്ച എന്തെങ്കിലും ബിൽഡിങ്സ്, അല്ലെങ്കിൽ മോണ്യുമെന്റ്സോ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തുണ്ടായിരുന്ന കോയിൻസ്, ലിറ്റററി വർക്ക്സ്, ഇതൊക്കെ ആയിരിക്കും. ഈ ലിറ്റററി വർക്ക്സിൽ വരുന്നത് തന്നെയാണ് പൊളിറ്റിക്കൽ ക്രോണിക്കിൾസ് എന്ന് പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ഹിസ്റ്ററി റീകോൾ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലുള്ള ചരിത്രം വീണ്ടും നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരുന്നു. ആ ഒരു ഡിഫിക്കൽട്ടി കുറച്ചൊക്കെ മാറ്റി തന്ന് നമുക്ക് സിയാവുദ്ദീൻ ബറാനി എന്ന് പറയുന്ന ചരിത്രകാരൻ വഴിയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സിയാവുദ്ദീൻ ബറാനിയെ കുറിച്ച് നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കുറച്ച് അധികം സിയാവുദ്ദീൻ ബറാനി എന്ന് പറയുന്ന ചരിത്രകാരനെ കുറിച്ച് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിയാവുദ്ദീൻ ബറാനിയുടെ ചരിത്ര രേഖകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്ക്സ് ഈ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് സിയാവുദ്ദീൻ ബറാനിയെ കൂടാതെ മറ്റ് ചരിത്ര രേഖകൾ നമുക്ക് സമ്മാനിച്ചത് ഹസൻ നിസാമി, അതുപോലെ തന്നെ ഫക്കർ ഐ മുഹാബിദർ തുടങ്ങിയ ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളാണ്. അതിൽ ഹസൻ നിസാമിയെ കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ പഠിക്കുന്നുണ്ട്. ഹസൻ നിസാമിയുടെ പ്രധാനപ്പെട്ട വർക്കിന്റെ പേരാണ് താജ് ഉൾ മാ അസർ. ഭയങ്കര ടഫായിട്ടുള്ള വേർഡ്സ് ആണ്. ചരിത്രകാരന്മാരുടെ പേരുകളായിരുന്നാലും അവരുടെ വർക്ക്സ് ആയിരുന്നാലും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ്. ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് വീണ്ടും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഫക്കർ ഐ മുഹാബിദറിന്റെ പുസ്തകത്തിന്റെ പേരാണ് അദബ് ഉൾ ഹറബ് വ സുജാഅത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. ഇത്തരത്തിലുള്ള വർക്ക്സ്, ഈ ഹിസ്റ്റോറിയൻസിന്റെ വർക്ക്സ് ഒക്കെ ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാനും പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും ഇക്കണോമിക് ആയിരുന്നാലും സോഷ്യൽ ആയിരുന്നാലും ഓവറോൾ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8 ഹിസ്റ്റോറിയൻസ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിക്കുന്നുണ്ട്. ഈ 8 പേരും ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചരിത്രകാരന്മാരാണ്. ഇതിൽ പലരെയും നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതായിരിക്കും, ചിലരെ നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടാൻ പോകുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഹസൻ നിസാമിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ആദ്യം എന്താ എഴുതേണ്ടത്? ആദ്യം എന്താണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് എഴുതുക. പിന്നെ നമ്മൾ ആദ്യം പഠിച്ചില്ലേ അറബിക് പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രാഫി, അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് വേണം പൊളിറ്റിക്കൽ ക്രോണിക്കിൾസിലേക്ക് കടക്കാൻ. ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ക്വസ്റ്റ്യനിലേക്ക് കയറാതെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് മാത്രം ആ ഒരു ആൻസറിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആരെ കുറിച്ചാണ്? ഹസൻ നിസാമിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു പേര് നമുക്ക് അധികം ഫെമിലിയർ അല്ലാത്ത ഒരു ചരിത്രകാരനാണ്. ഈ ഒരു ചരിത്രകാരന്റെ പേര് അധികം നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ഒന്നായിരിക്കും. അപ്പൊ നമുക്കിന്ന് ഹസൻ നിസാമിയെ കുറിച്ച് പഠിക്കാം.
ഹസൻ നിസാമിയുടെ പ്രധാനപ്പെട്ട വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, താജ് ഉൽ മാ അസർ എന്നാണ് അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള. ഒരുപാട് വർക്ക്സ് ഉണ്ടെങ്കിൽ അതിൽ മേജർ ആയിട്ട് ഈ ഡൽഹി സുൽത്താനേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിവുകൾ തന്ന പുസ്തകമാണ് താജ് ഉൽ മാ അസർ. ഇത് ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് ആയിട്ടാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു ബുക്കിൽ ഓവറോൾ ഡൽഹി സുൽത്താനേറ്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ പീരീഡ്സും കവറായി എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 1191 മുതൽ 92 വരെയുള്ള കാലഘട്ടവും പിന്നെ 1229 ആ ഒരു കാലഘട്ടവും ഏകദേശമുള്ള ഡൽഹി സുൽത്താനേറ്റിന്റെ പവർഫുൾ ആയിട്ടുള്ള ടൈമിൽ എല്ലാ കാലഘട്ടങ്ങളും ഓൾമോസ്റ്റ് എല്ലാ കാലഘട്ടങ്ങളും കവർ ആയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇദ്ദേഹം കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അറബിക് അങ്ങനത്തെ ഒരു വേ ഓഫ് റൈറ്റിംഗ് ആണ് ഇദ്ദേഹം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എഴുതിയിരുന്നത് കാവ്യ രൂപേണയാണ് അദ്ദേഹം ചരിത്രം എഴുതിയിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു കാവ്യ രൂപേണ എഴുതുന്ന ഈ ഒരു ടെൻഡൻസി കുറച്ച് ചരിത്രകാരന്മാരെ കൂടി ഇംപ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും അത് ഫോളോ ചെയ്തു. അതിൽ പെടുന്ന രണ്ടുപേരാണ് അമീർ ഖുസ്രുവും അബുൾ ഫസലും. ഇത് നമ്മൾ കേട്ടിട്ടുള്ള പേരുകളാണ്. ചരിത്രത്തിൽ എന്താ പറയാ, നമ്മൾ ഡിഗ്രി ക്ലാസ്സിലായിരുന്നാലും അല്ലെങ്കിൽ +1 +2 കാലഘട്ടത്തായിരുന്നു ചരിത്രത്തിൽ കേട്ടിട്ടുള്ള രണ്ട് പേരുകളാണ്, ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ് അമീർ ഖുസ്രുവും അബുൾ ഫസലും. ഇതിൽ അമീർ ഖുസ്രു നമ്മൾ കുറച്ച് ഈ ഹസൻ നിസാമിയെ കുറിച്ച് കൂടെ അദ്ദേഹത്തെ പോലെ തന്നെ കുറച്ചധികം നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ വേ ഓഫ് റൈറ്റിംഗ് ഹസൻ നിസാമിയുടെ ഈ ഒരു കാവ്യ രൂപേണ എഴുതുന്ന ചരിത്രം ആ രീതിയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അതേ മെത്തേഡ് ഫോളോ ചെയ്ത രണ്ട് ചരിത്രകാരന്മാരാണ് അമീർ ഖുസ്രുവും അതുപോലെ തന്നെ അബുൾ ഫസലും. അത് ജസ്റ്റ് ഒന്ന് അനുകരിച്ച് അവരും ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹീസ് ബിലോങ് ടു എ സ്കോളർലി ഫാമിലി. ഹസൻ നിസാമി അത്യാവശ്യം സ്കോളർലി ആയിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ് നിസാമി അറുസി. അദ്ദേഹം ഒരു ഗ്രേറ്റ് സ്കോളർ തന്നെയായിരുന്നു. ഹസൻ നിസാമിയുടെ സ്പിരിച്വൽ മെന്റർ ആയിരുന്നു മുഹമ്മദ് അലി കുഫി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ മെന്റർ ആയിരുന്ന മുഹമ്മദ് അലി കുഫിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം നിഷാപൂരിലേക്കും അവിടെ നിന്ന് ഘസ്നയിലേക്കും പിന്നെ ഡൽഹിയിലേക്കും പോയത്. ഈ സമയത്താണ് ഐബക്ക് അദ്ദേഹത്തിന്റെ കോർട്ടിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരുന്നത്, അതായത് സ്കോളേഴ്സിനെ ക്ഷണിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സും അതുപോലെ തന്നെ ഷിയാവുദ്ദീൻ ഘോറിയുടെയും മൊയ്തുദ്ദീൻ മുഹമ്മദ് ബിൻ സാമിന്റെയും അച്ചീവ്മെന്റ്സ് രേഖകളാക്കി എഴുതാൻ വേണ്ടി, അതായത് രാജാക്കന്മാരുടെ അവരുടെ അച്ചീവ്മെന്റ്സ്, അവരുടെ ഈവെന്റ്സ്, എന്തൊക്കെയാണ് അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഒരു രേഖകളായിട്ട് എഴുതി വെക്കണമല്ലോ. അങ്ങനെ അത് കോർട്ടിലുള്ള രാജാക്കന്മാരുടെ കീഴിലുള്ള ഏതെങ്കിലും സ്കോളേഴ്സിനെ ആയിരിക്കും രാജാവ് അത് ഏൽപ്പിക്കുന്നത്. ഈ സമയത്താണ് ഐബക്ക് ഇങ്ങനെയുള്ള സ്കോളേഴ്സിനെ കോർട്ടിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം ഈ ഒരു അവസരം എടുത്തുകൊണ്ട് അദ്ദേഹം ഐബക്കിന്റെ കോർട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ വലിയൊരു വഴിത്തിരിവായിട്ടാണ് വന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അങ്ങനെ അദ്ദേഹം ഈ ഒരു വർക്ക് ഏറ്റെടുത്തു. ഐബക്കിന്റെ മരണശേഷം ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. ആരാണ്? ഇൽത്തുമിഷാണ് അത് ചെയ്തത്. ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ മാറ്റി. ആരുടെ മരണശേഷം? ഐബക്കിന്റെ മരണശേഷം ആ ഒരു ക്യാപിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ഇത് ഹസൻ നിസാമിക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാക്കി. അദ്ദേഹം ആ സമയത്ത് ഹിസ്റ്ററി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഐബക്കിന്റെ നിർദ്ദേശപ്രകാരം അച്ചീവ്മെന്റ്സ് ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആര് മരിക്കുന്നത്? ഐബക്ക് മരിക്കുന്നത്. ഐബക്ക് മരിച്ചതിന് ശേഷം ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ്. ആരാണ് മാറ്റിയത്? ഇൽത്തുമിഷാണ് മാറ്റുന്നത്. ഈ സമയത്ത് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു ഫ്ലോ, അതായത് അത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹിസ്റ്ററിയൊക്കെ. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഈ ഒരു ക്യാപിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹത്തിന് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ലാഹോറിൽ നിന്നും ഗസ്നയിലേക്ക് പോകുന്നത് അദ്ദേഹം ഒരു ഹോംലാൻഡ് വിട്ടു പോകുന്ന ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടായി. അതിനുശേഷം ആ ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിന്റെ വർക്കിലും ഉടനീളം കാണാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വർക്കിൽ ഇൽത്തുമിഷിനെ ഫോക്കസ് ചെയ്ത് അദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ല. ഐബക്കിനോടായിരുന്നു കുറച്ചുകൂടി അദ്ദേഹത്തിന്, ഹസൻ നിസാമിക്ക് കുറച്ചുകൂടി ഇഷ്ടക്കൂടുതൽ, അല്ലെങ്കിൽ കുറച്ചധികം റൈറ്റിങ്സ് എഴുതിയിരുന്നത് ഐബക്കിനെ കുറിച്ചായിരുന്നു. ഇൽത്തുമിഷിനെ കുറിച്ച് അതിൽ ആ ഒരു രേഖകളിലൊന്നും അധികമായിട്ടൊന്നും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചൊന്നും അധികമായിട്ടൊന്നും എഴുതിയില്ലായിരുന്നു. ഈവൻ ഇഫ് ഇക്ത പോലും അതില് പറഞ്ഞിട്ട് പോലുമില്ല. ഇക്ത അറിയാലോ, ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത് ലാൻഡ് റെഫോർമേഷൻ മൂവ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇക്ത എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം പോലും ഹസൻ നിസാമി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എന്നുള്ളത് ചരിത്രകാരന്മാർ ഒരു ക്രിറ്റിസിസം പോലെയാണ് പറഞ്ഞു കാണിക്കുന്നത്. He praised Aibak for his generous towards
ഇമിഗ്രൻസ്, അതായത് കുടിയേറ്റക്കാരോടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടം, ഐബക്കിന് കുടിയേറ്റക്കാരോടുള്ള ഇഷ്ടം കൂടുതലായിട്ട് ആരെ സ്വാധീനിച്ചു? ഹസൻ നിസാമിയെ സ്വാധീനിച്ചു. ഇതൊക്കെ കൊണ്ടായിരിക്കും അദ്ദേഹം ചിലപ്പോൾ ഐബക്കിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിരുന്ന വർക്ക്സിൽ ഐബക്കിനെ കുറിച്ച് കൂടുതൽ എഴുതാൻ ചിലപ്പം മേ ബി അദ്ദേഹത്തിന് ആഗ്രഹം തോന്നിയത് ഐബക്കിന് ഇത്തരത്തിലുള്ള ഇഷ്ടങ്ങളോട് കൂടിയായിരിക്കും. അത് കുടിയേറ്റക്കാരോടൊക്കെ ഉള്ള മനോഭാവങ്ങളിലൊക്കെ ബാക്കിയുള്ള കിങ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മനോഭാവമായിരുന്നു ഐബക്ക് വച്ച് പുലർത്തിയിരുന്നത്. അക്കോർഡിംഗ് ടു ഇഖ്താദാർ ഹുസൈൻ നിസൗദി, ഹസൻ വാസ് ഇംപ്രസ്ഡ് ബൈ ടവറിംഗ് പേഴ്സണാലിറ്റി ഓഫ് ഹിസ് ഹീറോ ഐബക്ക്. അതായത് ഐബക്കിന്റെ ഭയങ്കര ടവറിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, അതായത് നല്ല ഒരു പേഴ്സണാലിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം ഹസൻ നിസാമി കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതിയിരുന്നതെന്നാണ് ഇഖ്താദാർ ഹുസൈൻ പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കൂടുതലായിട്ടും ഡൽഹി സുൽത്താനേറ്റിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മിലിറ്ററി അച്ചീവ്മെന്റ്സ് ഒരുപാട് ഐബക്കിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. ഐബക്കിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മിലിറ്ററി അച്ചീവ്മെന്റ്സ്, അതുപോലെ കോൺക്വറിങ്, ഇതൊക്കെ കൂടുതലായിട്ടും അദ്ദേഹം എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്, ഹസൻ നിസാമി എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 1197 മുതൽ 1202 വരെയുള്ള 5 വർഷങ്ങളെ കുറിച്ചുള്ള യാതൊരു രേഖകളും ഹസൻ നിസാമി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം അത് മനഃപൂർവ്വം രേഖപ്പെടുത്താത്തതാണോ അതെന്തെങ്കിലും എവിടെയെങ്കിലും മിസ്സായി പോയതാണോ എന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഈ ഒരു കാലഘട്ടം, ഈ ഒരു 5 വർഷത്തിലുള്ള ഈ ഒരു ഏജ് അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന്റെ വർക്കിൽ അദ്ദേഹം എഴുതിയിട്ടില്ല എന്നുള്ളത് ഒരു ക്രിറ്റിസിസം തന്നെയാണ്. അതേപോലെ തന്നെ ചെങ്കിസ് ഖാൻ ആരാണെന്ന് നമുക്കറിയാം. മംഗോൾ എംപയറിന്റെ ഫൗണ്ടർ ആണ് ചെങ്കിസ് ഖാൻ ഇന്ത്യ പിടിച്ചെടുക്കാനായിട്ട് വന്നതൊന്നും ഈ ഒരു രേഖകളിൽ കൊടുത്തിട്ടില്ല. അതായത് ഇദ്ദേഹം എഴുതിയ റൈറ്റിംഗ്സിൽ ചെങ്കിസ് ഖാനെ കുറിച്ച് ഒരു പരാമർശവുമില്ല. ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിക്കാൻ വന്നെങ്കിൽ അദ്ദേഹത്തിന് നടന്നില്ല. അത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും ഹസൻ നിസാമിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കുറച്ച് കാലഘട്ടവും കുറച്ച് ഈവൻസും ഹസൻ നിസാമിയുടെ പുസ്തകത്തിൽ നിന്ന് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ, പിന്നെ വരുന്ന ടിബറ്റൻ അധിനിവേശം, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെങ്കിസ് ഖാന്റെ ആ ഒരു ഇൻവെൻഷനെ കുറിച്ചിട്ട്, ആ ഒരു ആക്രമിക്കാൻ വന്ന ആ ഒരു സംഭവം, ആ സന്ദർഭത്തെ കുറിച്ച് ഹസൻ നിസാമി പുസ്തകത്തിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു ക്രിറ്റിസിസമാണ്. പിന്നെ വരുന്നത് അദ്ദേഹം ഒരുപാട് ഫോർട്ടുകൾ, ആ സമയത്ത് ഫോർട്ടുകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാലോ. ഒരു രാജവംശത്തിൽ അല്ലെങ്കിൽ ഒരു എംപയറിൽ ഫോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോട്ടകൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡൽഹി സുൽത്താനേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോട്ടകൾ ഉണ്ടായിട്ടുണ്ട്, കോട്ടകൾ നിർമ്മിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. ഈ കോട്ടകളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഡൽഹി, മീററ്റ്, കോൾ, കലിജാർ തുടങ്ങിയ സ്ഥലങ്ങളിലെ കോട്ടകളെ കുറിച്ച് ഹസൻ നിസാമി പുസ്തകത്തിൽ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. ഗ്വാളിയാറിലെ കോട്ടയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അതിനെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ദ പേൾ ഓഫ് ദ നെക്ലസ് ഓഫ് കാസിൽസ് ഓഫ് ഹിന്ദ്. അതായത് ഹിന്ദു എന്ന് പറയുന്നത് എന്താണ്? പണ്ട് കാലത്ത് ഹിന്ദുസ്ഥാൻ, അതായത് ഹിന്ദു കോട്ടകളിലെ മാലകൾ, പവിഴങ്ങൾ തുന്നിയ മാലകൾ അല്ലെങ്കിൽ പവിഴം അണിഞ്ഞുള്ള മാലകളായിട്ടാണ് അദ്ദേഹം ഗ്വാളിയാറിലെ ഫോർട്ടിനെ കണക്കാക്കിയിരുന്നത്. ഹസൻ ത്രോ ലൈറ്റ് ഓൺ ദ പവർ ഓഫ് ഫങ്ഷൻസ് ഓഫ് എ ഗവർണർ. ഒരു നല്ല ഗവൺമെന്റ് അല്ലെങ്കിൽ നല്ലൊരു ഗവേണിംഗ് പവർ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരുപാട് വെപ്പൺസിനെ കുറിച്ച്, പ്രഷ്യസ് സ്റ്റോൺസ്, ജുവൽസ്, ഫ്ലവേഴ്സ്, ബേർഡ്സ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ആനിമൽസ്, ഇതിനെയൊക്കെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഡൽഹി സുൽത്താനേറ്റിന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെപ്പൺസ് ഏതൊക്കെയാണ്, പ്രഷ്യസ് സ്റ്റോൺസ് ഏതൊക്കെയാണ്, ജുവൽസ് ഏതൊക്കെയാണ്, ബേർഡ്സ്, ഫ്ലവേഴ്സ് ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഇതിനൊക്കെ കുറിച്ച് ഹസൻ നിസാമി കുറച്ചധികം പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 28 ടൈപ്പോളം വെപ്പൺസ് ആ കാലഘട്ടത്തിൽ ഡൽഹി സുൽത്താനേറ്റ് ഉപയോഗിച്ചിരുന്നു എന്നും ഹസൻ നിസാമി അദ്ദേഹത്തിന്റെ വർക്കിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹസൻ നിസാമിയുടെ വർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വർക്കായിട്ട് തന്നെയാണ് ചരിത്രകാരന്മാർ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു വേ ഓഫ് റൈറ്റിംഗ് ഫോളോ ചെയ്ത് വന്നവരായിരുന്നു അമീർ ഖുസ്രുവും അതുപോലെ തന്നെ അബുൽ ഫസലും. അപ്പൊ ഇതാണ് ഹസൻ നിസാമിയെ കുറിച്ച് പ്രധാനമായിട്ട് പറയേണ്ടത്. അപ്പോൾ ഹസൻ നിസാമിയെ കുറിച്ച് എഴുതുന്ന സമയത്ത് മാക്സിമം അദ്ദേഹത്തിന്റെ വർക്ക്
വർക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് മറക്കരുത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹസൻ നിസാമിയെ കുറിച്ച് പറയാനുള്ളത്. എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വേ ഓഫ് റൈറ്റിംഗ് ഏതാണ്, അദ്ദേഹത്തിന്റെ മേജർ വർക്ക് ഏതാണ്, ആ മേജർ വർക്കിൽ എന്തൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഐബക്കിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അദ്ദേഹം ഒഴിച്ചു മാറ്റിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്കിൽ നിന്നും മിസ്സായി പോയ കുറച്ച് കാലഘട്ടങ്ങൾ, കുറച്ച് ഈവൻസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഹസൻ നിസാമിയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പേരാണ് മിൻഹാജ് ഉസ് സിറാജ് ജുസ്ജാനി. ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു ഇദ്ദേഹത്തിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രാഫി പഠിച്ച സമയത്ത് പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ പ്രധാനപ്പെട്ട ഒരു വർക്ക് എഴുതിയ ഒരാളായിട്ടും അദ്ദേഹത്തിന്റെ വർക്ക് ഏതാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അദ്ദേഹത്തെ കുറിച്ചാണ്, മിൻഹാജ് ഉസ് സിറാജ് ജുസ്ജാനി. മിൻഹാജിന്റെ പ്രധാനപ്പെട്ട വർക്കിന്റെ പേരാണ് തബക്കത്ത് ഐ നസറി. ഈ ഒരു വർക്കാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. മിൻഹാജിന്റെ പ്രധാനപ്പെട്ട വർക്ക്, മേജർ വർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് തബക്കത്ത് ഐ നസറി. ഈ പുസ്തകത്തിൽ നിന്ന് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് ഒരുപാട് അറിവുകൾ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. ഈ ഒരു പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സുൽത്താൻ നസറുദ്ദീൻ മുഹമ്മദ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത് എന്താണെന്നുള്ളത്? മിൻഹാജ് എഴുതിയ പുസ്തകമാണ് തബക്കത്ത് ഐ നസറി. അത് ഡെഡിക്കേറ്റ് ചെയ്തതാണ് നസറുദ്ദീൻ മുഹമ്മദ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ തബക്കത്ത് ഐ നസറിൽ നിന്നും ഡൽഹി സുൽത്താനേറ്റിന്റെ കുറെ ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഇറ്റ് വാസ് റിട്ടൺ ഇൻ തബക്കത്ത് സ്റ്റൈൽ. അതായത് തബക്കത്ത് ഐ നസറി എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്ന സ്റ്റൈൽ ഏത് വേ ഓഫ് സ്റ്റൈലാണ്? തബക്കത്ത് സ്റ്റൈലാണ് എഴുതിയിരിക്കുന്നത്. തബക്കത്ത് എന്ന് പറയുന്നത് മീൻസ് ലെയർ എന്നാണ് അർത്ഥം. അതായത് ലെയർ ആയിട്ട് നമ്മൾ എഴുതത്തില്ലേ? ചരിത്രമായിരുന്നാലും നമ്മൾ എന്ത് കാര്യമായിരുന്നാലും ലെയർ ആയിട്ട് എഴുതില്ല, അതായത് വിഭജിച്ച് എഴുതത്തില്ലേ? അതാണ് തബക്കത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ചിലപ്പോൾ ജനറേഷനിൽ വരുന്ന ലെയേഴ്സ് ആയിരിക്കാം, ക്ലാസ്സിൽ വരുന്ന ലെയേഴ്സ് ആയിരിക്കാം, റേസ്, പൊളിറ്റിക്കൽ ഓർഡേഴ്സ്, ഇതിൽ വരുന്ന ലെയേഴ്സ് ആയിരിക്കാം ഈ തബക്കത്ത് അല്ലെങ്കിൽ തബക്കത്ത് കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. ലെയേഴ്സ് ആയിട്ട് നമ്മൾ ചരിത്രം എഴുതുന്നതിനെയാണ് തബക്കത്ത് എന്ന് പറയുന്നത്. ഈ മിൻഹാജിന്റെ ഈ പുസ്തകത്തില് ഡൈനാസ്റ്റീസിനെ കുറിച്ചും മെൻഷൻ ചെയ്തിട്ടുണ്ട്, മെയിൻ പേഴ്സണാലിറ്റീസിനെ കുറിച്ച് മെൻഷൻ ചെയ്ത് ഇങ്ങനെ ലെയർ ആയിട്ടാണ് അദ്ദേഹം ചരിത്രം ഇതിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ബുക്ക്, അതായത് തബക്കത്ത് ഐ നസറി എന്ന് പറയുന്ന ഈ ബുക്ക് ഏകദേശം 23 തബക്കകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. തബക്ക മീൻസ് എന്താണ്? ലെയർ. അപ്പൊ 23 ലെയർ ആയിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ ഓരോ തബക്കകളും വീണ്ടും സബ് ഡിവിഷൻസ് ആയിട്ടും ചാപ്റ്റേഴ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ തബക്കകൾ, ഈ ലെയേഴ്സ് വീണ്ടും ഡിവൈഡ് ചെയ്താണ് അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ടോട്ടൽ 23 തബക്കകളാണുള്ളത്. ഈ തബക്കകളിൽ വീണ്ടും ഡിവിഷൻസ് വന്ന് അല്ലെങ്കിൽ സബ് ഡിവിഷൻസ് ആയി, സബ് സെക്ഷൻസ് ആയി അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. ആദ്യത്തെ തബക്ക പറയുന്നത് ആദമും പ്രവാചകനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അല്ലെങ്കിൽ ആദമിനെയും പ്രവാചകനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുറച്ച് കോൺവെർസേഷൻസ് ആണ് ആദ്യത്തെ തബക്കയിൽ പറയുന്നത്. ഇത് 1 മുതൽ 4 ലെയർ ആണ്. അതായത് ആദ്യത്തെ തബക്കയിൽ 1 മുതൽ 4 ലെയർ ആണുള്ളത്. അതിൽ എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ആദമും പ്രവാചകനും തമ്മിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കോൺവെർസേഷൻസ്, അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ തബക്കയിൽ പറയുന്നത്. ഇനി വരുന്നത് 5 മുതൽ 6 വരെയുള്ള തബക്കയിൽ പറയുന്നത് കൂടുതലായിട്ടും പ്രീ ഇസ്ലാമിക് ഇറാൻ ആൻഡ് യമനെ കുറിച്ചാണ് മെൻഷൻ ചെയ്ത് പോയിരിക്കുന്നത്. അടുത്തതിൽ 7ാമത്തെ തബക്കയിൽ അദ്ദേഹം സെൻട്രൽ ഏഷ്യയെ കുറിച്ചും അതുപോലെ തന്നെ ഇറാനിലെ ഡൈനാസ്റ്റീസിനെ കുറിച്ചും സെൻട്രൽ ഏഷ്യയിലെ ഡൈനാസ്റ്റീസിനെ കുറിച്ചും പറയുന്നുണ്ട്. 7ാമത്തെ തബക്കയിൽ 8 മുതൽ 10 വരെയുള്ള തബക്കകളിൽ സമാധീസ് അതുപോലെ തന്നെ ഡെയ്ലംസിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. 16 മുതൽ 23 വരെയുള്ള തബക്കകളിൽ സമഗ്രമായിട്ടുള്ള ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ റൈറ്റിംഗ്സിനെ സംബന്ധിച്ചിട്ട് ഓവറായിട്ടുള്ള കാര്യങ്ങളാണ് 16 മുതൽ 23 വരെയുള്ള തബക്കകളിൽ പറയുന്നത്. അപ്പൊ ഈ മിൻഹാജിന്റെ പ്രധാനപ്പെട്ട പുസ്തകത്തിന്റെ പേരെന്താണ്? തബക്കത്ത് ഐ നസറി. തബക്കത്ത് എന്ന് പറയുന്നത് എന്താണ്? ലെയേഴ്സ്. അത് ലെയർ എന്നാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത്, മീനിങ് വരുന്നത്. ഇതിൽ ഏകദേശം ഈ പുസ്തകത്തിൽ 23 തബക്കകളാണുള്ളത്. 23 തബക്കകളെയും വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 1 മുതൽ 23 വരെയുള്ള തബക്കാസിൽ എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നും അല്ല ഇതിൽ ചിന്തിക്കേണ്ടത്, എന്താണ് അദ്ദേഹത്തിന്റെ പുസ്തകം, അത് ആർക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, ആ ഒരു പുസ്തകത്തിൽ വേറെ എന്തൊക്കെ വരുന്നുണ്ടെന്ന് മാത്രം നിങ്ങൾ ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പല ഈവൻസിലും
ഈ പറയുന്ന മിൻഹാജ് വിറ്റ്നസ് ആണെന്നാണ്, ഐ വിറ്റ്നസ്, അതായത് നടന്ന സംഭവത്തിൽ സാക്ഷിയായിട്ടുള്ള വ്യക്തി കൂടിയാണ് മിൻഹാജ് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ പാർട്ടിസിപ്പൻറ്റും ആയിട്ടുണ്ട്. അതിപ്പോൾ എന്തെങ്കിലും കോർട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുന്നു, ആ ഡിസ്കഷനിൽ അദ്ദേഹം ചിലപ്പോൾ എന്താണ് ഐ വിറ്റ്നസ് ആയിരിക്കും. ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ സന്ദർഭം അതുപോലെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മംഗോളുകളുടെ കാര്യങ്ങൾ, മംഗോൾ എംപയറിനെ കുറിച്ചും ബക്തിയാർ ഖിൽജിയെ കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന്റെ ഈ ഒരു തബക്കത്ത് ഐ നസറി എന്ന് പറയുന്ന പുസ്തകത്തിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത്, അതായത് പൊളിറ്റിക്കൽ ക്രോണിക്കിൾസിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ക്രോണിക്കിൾസ് എന്ന് പറയുന്നത് ഒരു എംപയറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള രചനകള് ഹിസ്റ്ററിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമേ പറയാലോ, ഡൽഹി സുൽത്താനേറ്റിന്റെ ഈ പറയുന്ന ഹിസ്റ്ററി റീകളക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. ആ ഒരു ഡിഫിക്കൽട്ട്നെസ് കുറച്ചെങ്കിലും മാറിയത് സിയാവുദ്ദീൻ ബറാനി, ഹസൻ നിസാമി അതുപോലുള്ള ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങൾ റെഫർ ചെയ്തതിന് ശേഷമാണ് ഡൽഹി സുൽത്താനത്തിനെ കുറിച്ചുള്ള കുറച്ച് ഓവറോൾ നമുക്കൊരു ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ഇതിൽ നമ്മൾ 8 ഹിസ്റ്റോറിയൻസ് ആണ് പഠിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഹിസ്റ്റോറിയൻ നമ്മൾ പഠിച്ചത് ആരെ കുറിച്ചാണ്? ഹസൻ നിസാമിയെ കുറിച്ചാണ്. അദ്ദേഹം ഏറ്റവും പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ്, ഒരു ചരിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ ബുക്ക്, അതുപോലെ തന്നെ ബുക്കിൽ എന്തൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വേ ഓഫ് റൈറ്റിംഗ് ഏതാണെന്ന്, എങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരുന്നത്, ഈ കവിതകൾ രൂപേണ അല്ലെങ്കിൽ കവിത രൂപേണ കവിതകൾ എങ്ങനെയാണോ എഴുതുന്നത് അത്രയും ഇമാജിനേഷൻ ഒക്കെ ആയിട്ടാണ് അദ്ദേഹം ചരിത്രം എഴുതിയിരുന്നത്. ഈ ഒരു വേ ഓഫ് റൈറ്റിംഗ് ഫോളോ ചെയ്ത് വന്നവരായിരുന്നു അമീർ ഖുസ്രുവും അബുൽ ഫസലും ഒക്കെ. അമീർ ഖുസ്രു എങ്ങനെയാണെന്ന് നമുക്കറിയാം, നമ്മൾ പഴയ ക്ലാസ്സിലൊക്കെ ഹിന്ദി പോയംസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അമീർ ഖുസ്രു. അപ്പോൾ അദ്ദേഹമൊക്കെ ഈ പറയുന്ന ഹസൻ നിസാമിയുടെ വേ ഓഫ് റൈറ്റിംഗ് ഫോളോ ചെയ്ത് വന്നവരായിരുന്നു. പിന്നെ എന്തൊക്കെയാണ്, ഡൽഹി സുൽത്താനേറ്റിന്റെ ആ കാലഘട്ടത്തുണ്ടായിരുന്ന പലതരത്തിലുള്ള വെപ്പൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഫോർട്ടുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഐബക്കിനെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിവ് ലഭിച്ചത് വേണമെങ്കിൽ നമുക്ക് ഹസൻ നിസാമിയുടെ പുസ്തകത്തിൽ നിന്നാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇൽത്തുമിഷിന്റെ ആ ഒരു ക്യാപിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹത്തിന് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി റൈറ്റിങ്ങിൽ. ഇൽത്തുമിഷിനെ കുറിച്ച് അധികമൊന്നും അദ്ദേഹത്തിന്റെ വർക്കിൽ പറഞ്ഞിട്ടില്ല, ഇക്തയെ കുറിച്ച് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു. ഏകദേശം 5 വർഷത്തോളമുള്ള ഏജ് അദ്ദേഹം ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നും നമുക്ക് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ ചെങ്കിസ് ഖാന്റെ വരവൊന്നും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ഹസൻ നിസാമിയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ്, അദ്ദേഹത്തിന്റെ പോർഷനിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് അതൊക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ രണ്ടാമത് പഠിച്ചത് ആരാണ്? മിൻഹാജിനെ കുറിച്ചാണ് പഠിച്ചത്. മിൻഹാജിന്റെ പുസ്തകം ഏതാണ്? തബക്കത്ത് ഐ നസറിയാണ്. ആ പുസ്തകത്തിൽ ലെയേഴ്സ് ആയിട്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. എല്ലാ ചരിത്രകാരന്മാരും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം ഏതാണ് പുസ്തകം, ആ പുസ്തകം ഏതൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഏത് വേ ഓഫ് റൈറ്റിംഗ്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ ചരിത്രകാരന്മാർക്കും അവരുടേതായിട്ടുള്ള വേ ഓഫ് റൈറ്റിംഗ് രീതിയാണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ ഹസന്റെ ആ ഒരു സെയിം റൈറ്റിംഗ് അല്ല നമ്മളിവിടെ മിൻഹാജ് ഫോളോ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കി വെക്കാനായിട്ട് സഹായിക്കും. അപ്പൊ മിൻഹാജിന്റെ വേ ഓഫ് റൈറ്റിംഗ് ഇങ്ങനെയാണ്, ലെയേഴ്സ് ആയിട്ടാണ് എഴുതിയിരുന്നത്. തബക്കത്ത് ഐ നസറി എഴുതിയിരുന്നത് എങ്ങനെയാണ്? 23 തബക്കകൾ ലെയർ ആയിട്ടാണ് എഴുതിയിരുന്നത്. 1 മുതൽ 23 വരെയുള്ള തബക്കകൾ പലതരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്, എല്ലാം ഒരുപോലെയല്ല, പലതരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മറ്റ് എന്തൊക്കെയാണ്, വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു പോർഷൻ ഇൻക്ലൂഡ് ചെയ്തതെന്ന് നമ്മൾ നോക്കി. പല സന്ദർഭങ്ങളിലും മിൻഹാജ് പല സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ പല ഈവൻസിനും അദ്ദേഹം ഐ വിറ്റ്നസ്ഡും ആണ്, പാർട്ടിസിപ്പൻറ്റും ആണ്. അത് മംഗോളുകളെ കുറിച്ചും ബക്തിയാർ ഖിൽജിയെ കുറിച്ചും ഒക്കെ ഉള്ള ആ ഒരു പോർഷൻ, അതായത് ആ ഒരു ഹിസ്റ്റോറിയോഗ്രാഫി അല്ലെങ്കിൽ ഹിസ്റ്ററി, ആ ഒരു പോർഷൻ അദ്ദേഹത്തിന്റെ ഈ ഒരു ബുക്കിൽ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചു രണ്ടുപേരെയാണ്. രണ്ട് ഹിസ്റ്റോറിയന്മാരെ കുറിച്ച് നന്നായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്.